ചാനലുകളെ എല്ലാവർക്കും നമസ്കാരം. അപ്പേ നമുക്കിതൊരു നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കിയല്ലോ. അപ്പൊ അതിന് ഞാൻ നെല്ലിക്ക മേടിച്ചു, 1/2 കിലോ നെല്ലിക്കയാണ് കേട്ടോ അത്. അപ്പൊ ഈ നെല്ലിക്ക ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ആവി കയറ്റാം. ബൈ. ഇത്തിരി കൂടെ വെള്ളം വെച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ആവി കയറി എടുത്താൽ മതി. നല്ല നെല്ലിക്കയാണേ, നല്ല അടിപൊളി നെല്ലിക്ക, കണ്ടോ, നല്ല നാടൻ നെല്ലിക്ക. ഇത് നമുക്ക് അടച്ചു വെക്കാം. ഓക്കെ, ആവി കയറട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം. ഞാനിങ്ങനെ കവറിൽ നന്നാക്കി വെളുത്തുള്ളി മേടിച്ചോണ്ട് വന്നാണേ. നമുക്കിത് മൊത്തം എടുക്കാം. അച്ചാറിടാൻ വേണ്ടി മേടിച്ചോണ്ട് വന്നോ. ഇത് ഓരോ കറികളൊക്കെ എടുത്തെടുത്ത് അത് തീർന്നു. നമ്മൾ അച്ചാറുണ്ടാക്കുമ്പോൾ വെളുത്തുള്ളി ഒരുപാട് വേണമല്ലോ. ഇത് ഞാൻ അരിയുന്നില്ല, ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ഇടാം. ഈ വെളുത്തുള്ളി നെല്ലിക്കയില് ഇതിന്റെ കൂടെ കുറച്ച് ഇഞ്ചിയും കുറച്ച് എന്താ പറയാ പച്ചമുളകും കൂടി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇഞ്ചി നമുക്ക് ഒന്ന് തൊലി കളഞ്ഞിട്ടെടുക്കാം. പിന്നെ കുറച്ച് പച്ചമുളകും കൂടി. നമ്മൾ ഇഞ്ചി ഇങ്ങനെ കുരുകുരാന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. പച്ചമുളകും വെളുത്തുള്ളി ഇതേ അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വായു ഇത് വെള്ളമുണ്ട് ഇതിനകത്തൊന്ന് ഊറ്റിക്കളയട്ടെ. ഇവിടെ നമ്മൾ നെല്ലിക്ക ആവി വന്നോ ജസ്റ്റ് നോക്കാം. ആവി വന്നിട്ടുണ്ട്. നെല്ലിക്ക ആവി വന്നു. പിന്നെ ഇത് ഓഫ് ചെയ്ത് വെക്കാൻ പോവാം. എന്നിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് ഇതിനകത്താ വളർത്തുന്നേ. നമ്മൾ നെല്ലിക്ക വെന്തു. അപ്പൊ ഞാനൊന്ന് അരിഞ്ഞെടുക്കും കേട്ടോ. പാടിയതേ ഉള്ളേ, ചൂടുണ്ട്. നമ്മൾ നെല്ലിക്ക അരിഞ്ഞു കഴിഞ്ഞേ നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. ചൂടാവട്ടെ. ഇവിടെ ചട്ടി ചൂടായതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയിൽ അച്ചാർ ഇടുവാണെങ്കിൽ നല്ലതാണേ. ഞാനിപ്പോ വെളിച്ചെണ്ണയിലാണ് ഇടുന്നത്. ഞാൻ അച്ചാർ വെക്കുന്നതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എങ്ങനെ വെക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ എല്ലാവർക്കും ഓരോ രീതികളുണ്ടല്ലോ. നമ്മൾ സ്വന്തമായിട്ട് ഓരോ രീതികളൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണ്. പക്ഷെ ഞാൻ എന്റെ അച്ചാറൊക്കെ കഴിച്ചിട്ടാരും കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായി കഴിയുമ്പം നമുക്ക് അതിലേക്ക് ഉലുവ പൊട്ടിക്കാം. ഉലുവ ഇച്ചിരി കൂടുതൽ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അച്ചാറല്ലേ. കടുക് ഇടത്തില്ലേലും കുഴപ്പമില്ല, ഇട്ടാലും കുഴപ്പമില്ല. കടുക് ഇടണോ? വേണ്ടല്ലേ, കടുകുമാങ്ങ അല്ലല്ലോ, അതുകൊണ്ട് വേണ്ട. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം.
എനിക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേപ്പിലയും കൂടി ഇട്ടാൽ നല്ലതാണ്, പക്ഷെ വേപ്പില ഇവിടെ ഇല്ല. അപ്പൊ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇതാ നല്ലപോലെ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇടുന്നത് നമ്മുടെ ബ്രാഹ്മിൺസ് പിക്കിളാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ഇത് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ, അച്ചാർ പൊടിയാണ്, ഇത് മാത്രമേ ഇടുന്നുള്ളൂ. ഏതുതരം അച്ചാറാണെങ്കിലും ബ്രാഹ്മിൺസ് പിക്കിൾ പൗഡർ അടിപൊളിയാണ്. എന്ത് വേണമെങ്കിലും നമുക്ക് ഇടാം നമ്മുടെ പിക്കിള്, ബ്രാഹ്മിൺസിന്റെ പിക്കിൾ പൗഡർ കൊണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് മൊരിയട്ടെ. അപ്പൊ നമ്മുടെ അച്ചാറിന്റെ ഗ്രേവി ഇവിടെ സെറ്റ് ആയിട്ടുണ്ടാം. നമ്മുടെ നെല്ലിക്ക അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അയ്യോ, പാത്രം ചെറുതായി പോയി. അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇളക്കി വെക്കാം. എങ്ങോട്ട് പോകണം, ഇറങ്ങി പോവല്ലേ പ്ലീസ്. കുറച്ച് കൂടുതലുണ്ടായിരുന്നു ഇതിനകത്ത്, കൊള്ളുന്നില്ല. ഇത് ഇളക്കി നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇത് കാരണം എന്താ വെച്ചാൽ നെല്ലിക്ക വെന്തിരിക്കുന്നത്, അധികം അങ്ങോട്ട് കുഴയുണ്ട്. ഇത് നമ്മള് കുറെ നാളത്തേന് വെക്കാനൊന്നുമല്ല, നമ്മളിത് നാളെ മുതൽ ആവട്ടെ, നമ്മളിത് നാളെ മുതൽ കൂട്ടി തുടങ്ങും കേട്ടോ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ റെഡിയാക്കി നമ്മൾ സെറ്റാക്കി എടുക്കുന്നത്. കുറെ നാളത്തേനൊക്കെ വെക്കണം നമുക്ക്. നെല്ലിക്ക താഴെ പോവാ. എല്ലാം നെല്ലിക്കയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒന്നും ചേർക്കാതെ നല്ല ഉണങ്ങിയ ടിന്നില് ഉണങ്ങിയിട്ടൊക്കെ നമ്മൾ ഇതാക്കി വെക്കണം. നമ്മൾ നാളെ മുതൽ കൂട്ടി തുടങ്ങും. ഇവർക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ ഒരു തട്ടിക്കൂട്ട് അച്ചാർ എന്നൊക്കെ പറയത്തില്ല, അതാണ് ഇത് കേട്ടോ. പക്ഷെ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഇപ്പൊ നമുക്കൊന്ന് നോക്കിയേക്കാം. അടിപൊളിയാണ്, പുളിയില്ല. അപ്പൊ ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചൊറുക്കി ഒഴിച്ചു കൊടുക്കണം. ആഹാ, നല്ല രസം. അപ്പോ ഞാൻ ഇട്ട അച്ചാറുപൊടിയുടെ ഗുണമാണ്. അച്ചാറുപൊടി മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. നമ്മുടെ ബ്രാഹ്മിൺസ് പിക്കിൾ പൗഡറാണ് ഞാൻ ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് ഇത് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി ഒന്നും ഇടണ്ട. മല്ലിപ്പൊടി അല്ല, മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ഇടണ്ട. നമ്മുടെ ബ്രാഹ്മിൺസിന്റെ പിക്കിൾ പൗഡർ ഇത് മാത്രം അതിലേക്ക് ആഡാക്കിയാൽ മതി, വേറെ ഒന്നും ചേർക്കണ്ട കേട്ടോ. നമ്മൾ അച്ചാർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യാൻ പോവാം. കാരണം നെല്ലിക്ക വെന്ത നെല്ലിക്ക, നമ്മൾ ആവി കയറ്റിയതല്ലേ, വെന്ത നെല്ലിക്ക ആയതുകൊണ്ട് നമ്മുടെ അച്ചാർ ഇവിടെ റെഡി. അപ്പൊ ഓക്കെ, നിങ്ങളും ഉണ്ടാക്കി നോക്കാം. ഇതിന് തണുത്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് ചൊറുക്കി ഒഴിക്കും, പുളിക്ക് പാകത്തിന്. അത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ടിന്നിലൊക്കെ ആക്കി വെച്ചാൽ നാളെ മുതൽ തന്നെ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ, ലവ് യു.